ഇതെന്താന്ന് മനസ്സിലായോ? ഇന്നൊരു റെസിപ്പി ഒന്നും അല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഉപ്പുമാങ്ങ ഞരടിയതാണോ? അല്ല, ഇത് വയനാടൻ തുറമാങ്ങ, അതായത് കാന്താരി തുറമാങ്ങ ഞാൻ മേടിച്ചതാണ്. ഇത് കാന്താരി അല്ലാതെ നല്ല സ്പൈസി ആയിട്ടുള്ള ചുവന്ന മുളക് ഇട്ട തുറമാങ്ങി നമുക്ക് കിട്ടും. പലപ്പോഴും ഞാനിത് വെറുതെ ചോറിന്റെ കൂടെ കഴിക്കാറാണ് പതിവ്. പക്ഷെ ഒട്ടും നന്നായിട്ട് തോന്നാറില്ല. നമ്മൾ ചോറിൽ കുഴച്ച് കഴിക്കുമ്പോൾ പോലും വളരെയധികം ഉപ്പുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരടുത്ത കാലത്താണ് ഇതിങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് നമ്മുടെ താരം, അതായത് നല്ല തുറമാങ്ങ. ഇതിപ്പോ വയനാടൻ കാന്താരി തുറമാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യമൊക്കെ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കഷ്ണം ചോറിന്റെ അരികത്ത് നമ്മൾ അച്ചാറ് പിക്കിളൊക്കെ ഇടില്ലേ, അതുപോലെയാണ് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഉപ്പൊക്കെ കാരണം നമുക്ക് ഒരിക്കലും അതങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു പിക്കിള് വാങ്ങിച്ചു വെക്കുന്ന പോലെ വാങ്ങിച്ചു വെക്കാറുണ്ട്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇത് കഴിക്കേണ്ട രീതി ഇങ്ങനെയല്ലാന്ന്. അപ്പൊ ഇതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഇവിടെ ബൗളിലോട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. നേരത്തെ തുറമാങ്ങ എടുത്തു വെച്ച ബൗളാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഒരു മീഡിയം പുളിയുള്ള തരത്തില് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു തുറമാങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് ഞരടിയെടുക്കാം. കൈ വെച്ച് തന്നെ ഞരടുമ്പോഴാണ് കേട്ടോ അതിന്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇത് നല്ലതുപോലെ തൈരും ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് തിരുമ്പിയെടുക്കാം. അപ്പം ഞാനിവിടെ കണ്ടോ നല്ലതുപോലെ വാങ്ങി ആ ഒരു കണ്ടോ നല്ലതുപോലെ തൈരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഞരടിയെടുക്കാം. അപ്പം നമ്മുടെ ആ ഒരു തൈരിലേക്ക് ഈ ഒരു മാങ്ങയുടെയും ഉപ്പിന്റെയും കാന്താരിയുടെയും ഒക്കെ ടേസ്റ്റ് നല്ലതുപോലെ ബ്ലെൻഡ് ആയിട്ട് വരും. കണ്ടോ, ഇനി നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇനി നമ്മൾ ഈ തുറമാങ്ങ വാങ്ങുമ്പോൾ അയ്യോ ഭയങ്കര ഉപ്പാണല്ലോ, ഭയങ്കര എരിവാണല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കില്ല. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ.